രണ്ടെണ്ണ ഉള്ള ഒന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഞാൻ കഴിഞ്ഞിട്ടാ സാധാരണ പേരക്ക പോലുള്ള വെള്ളച്ചവയൊന്നുമില്ല, നല്ല രുചിയാണ്. ഇതിലൂടെ പഴുക്കണാനും സൂപ്പറാണ്. ആണോ? ഇതിന്റെ തൈ എന്ത് വിലക്കാ കൊടുക്കുന്നത്? ഇതിന്റെ തൈ 400 രൂപ. എന്ന് പറഞ്ഞാൽ ഒരു തൊലി കളയാതെ കഴിക്കേണ്ടത്. നമസ്കാരം. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇന്ന് 25 അല്ലേ, നവംബർ മാസം 25-ാം തീയതി. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇവർ ഇവിടെ വന്നു. ഇതിനു മുമ്പ് നമ്മുടെ ഒരു സാറിന്റെ പേര് എബ്രഹാം സാർ ഇവിടെ വന്നു, ഒരു ഓറഞ്ചൊക്കെ പറിച്ചു കൊടുത്തു. ഇത് കിട്ടും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നമ്മുടെ മിറാക്കിൾ ഫാമിലേക്ക് വന്നു. സന്തോഷം. അറബി വരെ വന്നു കഴിഞ്ഞ ദിവസം, സൗദി അറേബ്യയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു സംരംഭത്തിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങളെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതൊരു റെഡ് ഡയമണ്ടിൻ്റെ പേര നമ്മുടെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം ഞങ്ങളൊന്ന് പറിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് ഇവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇത് ചെറിയ ഇതെന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. രണ്ടെണ്ണ ഉള്ള ഒന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇത് കിട്ടാനുള്ള ഇതെങ്ങനെയോ എല്ലാവർക്കും ആയോ? ഞാൻ കഴിഞ്ഞിട്ടാ സാധാരണ പേരക്ക പോലുള്ള വെള്ളച്ചവയൊന്നുമില്ല, നല്ല രുചിയാണ്. ഇതിലൂടെ പഴുക്കണാനും സൂപ്പറാണ്. ആണോ? ഇതിന്റെ തൈ എന്ത് വിലക്കാ കൊടുക്കുന്നത്? ഇതിന്റെ തൈ 400 രൂപ. എന്ന് പറഞ്ഞാൽ ഒരു തൊലി കളയാതെ കഴിക്കേണ്ടത്. ഒരു വർഷം കൊണ്ട് കായ്പിക്കാൻ പറ്റുമോ? ഒരു വർഷം കൊണ്ട് കായ്പിക്കാൻ പറ്റുമോ? ഒരു കാണിക്കാം അതിനെപ്പറ്റി കാണിച്ചിട്ട് വിടുകയുള്ളൂ. 3 മാസത്തിനുള്ളിൽ കായ്ക്കും. ആണോ? എന്നാ പിന്നെ എയർപോർട്ടിൽ വെക്കണം. എടുക്കാം. നല്ല പേരക്കല്ലേ? ഇതൊരു സ്റ്റാൻഡേർഡ് സൈസ്. ഇനിയും വരുമ്പോ ഒരു വലിയ തോട്ടം താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തരുന്നതായിരിക്കും. തിരക്ക് പിടിക്കല് കൈമുറിയുണ്ട്. ഇതൊക്കെ നമ്മളെ മാർക്കറ്റില് ഇതിനൊക്കെ എന്ത് വിലക്ക് വിൽക്കാൻ പറ്റുന്ന? 200 രൂപ കിലോ. കിട്ടാത്തവര് പറയണേ, കിട്ടിയവര് വീണ്ടും കൈ കിട്ടല്ലേ. എന്റെയൊക്കെ കൈ രണ്ടാമത് നീട്ടാൻ അറിയാം. അന്നേരം വേറെ നമ്മള് വാങ്ങി കഴിക്കുന്ന പേരൊക്കെ വെള്ളത്തിന് പിന്നെ രുചിയുണ്ട്. നിനക്ക് തന്നാലടാ. ഇവിടെ ഒരു പീസ് കൊടുത്താറേ. കൊടുത്തില്ല. ഇനി ഇറക്കാവുള്ള എല്ലാരും കിട്ടിയോ? ഈ അടുത്ത് കൈ നിൽക്കുമ്പോ പിന്നെ ദൂരോട്ട് നീണ്ടു നിൽക്കുകയല്ലേ. ഇഷ്ടപ്പെട്ടു. നല്ലതാണോ? അപ്പൊ നിങ്ങൾക്ക് ഇട്ട് വരുമ്പോ ഇത് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കുറച്ചുകൂടെ വ്യാപിപ്പിക്കണം ആഗ്രഹമുണ്ട്. അപ്പൊ മിറാക്കിൾ ഫാമിൽ വന്നതിന് നന്ദിയുണ്ട്. അന്നേരം സാറ് ഇനി ഇതൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നതായിരിക്കും. സാറ് ഒരു റെയിൻ ഷട്ടർ ഉണ്ടാക്കാം, എന്നിട്ട് അതിനകത്ത് ചെയ്യ. വലിയ പൈസയൊന്നും ആവുകയല്ല. എത്രയോ പൈസ നമ്മൾ ആവശ്യത്തിന് ചെയ്യുന്നു. ശരിയല്ലേ? മിസ്റ്റ് ഒന്നും വേണ്ട. എന്തിനു മിസ്റ്റ്? വെറുതെ ഒരു ഷട്ടർ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ചോട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, തെന്നി വീടില്. എന്നിട്ട് അതിനകത്ത് വേണ്ട സാധനം കൊടുത്താൽ ആപ്പിളൊക്കെ എപ്പോഴും കിട്ടും, ഇതും കിട്ടും. ഈ വെയിൽ ചൂടാകുമ്പോ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? കൂടുതൽ ഒന്നുമില്ല, ചൂടാണ് ഇതിനെല്ലാം വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാരും ഷെയർ ചെയ്യട്ടെ. ഇനി ഒരു കാര്യോടെ പറയാണ്. നിങ്ങള് ഇത് ഇവിടെ വരുമ്പോ സാധനം പേരയ്ക്കൊന്നും ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്ത വർഷത്തേന് ഇഷ്ടം പോലെ പേര വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കായ്ക്കാൻ തുടങ്ങി കുഞ്ഞു പേരകൾ. ഇപ്പൊ ഒരാൾ ചോദിച്ചില്ല എത്ര നാൾ കൊണ്ട് കായ്ക്കും. ഇതിന്റെ ഇടപെടി താഴോട്ട് നോക്കി, എന്നാ കായുണ്ടെന്ന്. 3-ാം മാസം ഞാൻ വെച്ച പേര് തെയ്യ. അതെ, തെയ്യ വരുന്നേ. തെയ്യ പുറത്തുനിന്ന് വരുന്നോണ്ട് വലിയ സൗന്ദര്യം ഉണ്ടാവില്ല, പക്ഷെ പക്ക സാധനം. ഇടുക്കിക്കാരും അങ്ങനെ ആണല്ലോ. സൗന്ദര്യത്തിലോ എനിക്ക് നല്ല ഗ്ലാമറുണ്ട്. ഈ താഴെ വെച്ച് ആ മരം എന്താ? അതെ അതെ, സ്ട്രോബെറി കൊണ്ട് വെച്ചതായിരുന്നു. നമ്മുടെ മാർക്കറ്റിലുണ്ടോ ഈ സാധനം? ഇല്ല.
ഉണ്ടുണ്ട് കഴിച്ചോട്ടോ. ആണല്ലേ. പക്ഷെ ഇതിന് ഈ ഓറഞ്ച് ഇപ്പൊ ഞാൻ പറയാം ഇത് ഒരു മഞ്ഞ നിറം തുടങ്ങി ഉണ്ടോ, ഇതൊരു മഞ്ഞ നിറം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത് ആദ്യത്തെ കായാണ്. ഇത് ഇങ്ങനെയല്ല, മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ തീമഞ്ഞ കളറായിട്ട് ഒരു ഓയിൽ വരണം, ഒരു തിളക്കം വരുമ്പോൾ പറിക്കാവുള്ളൂ. അതാണ് ഓറഞ്ചിന് സമയമെടുക്കും. അതുകൊണ്ടോ എല്ലാ ഓറഞ്ചും അതുകൊണ്ടോ വിയറ്റ്നാം മാൾട്ട. അയ്യോ നിങ്ങളെ കാണിച്ചില്ല അപ്പുറത്ത്. നിങ്ങൾ അവിടെ വിയറ്റ്നാം മാൾട്ടയുടെ വലിയ ഓറഞ്ച് ഇത്ര വായിച്ചു നിൽപ്പുണ്ട്. അതേ ആ പഴുത്ത അതേ ആയിരം തൊട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും ഓറഞ്ചാണ് ഈ കുട്ടനാട്ടിലൊക്കെ ഉണ്ടായത്. ഇപ്പൊ ഇത് കസ്റ്റമർ റിവ്യൂ വരുന്നതാണ്. ഇന്നിപ്പോ എനിക്ക് ഇട്ട് തന്നെ. നീ കണ്ടോ അത്? കഴിഞ്ഞ ദിവസം ഒരു ബേറാപ്പിൾ ഭയങ്കരമായിട്ട് എന്റെ പൊന്നെ നിങ്ങൾ മേടിച്ചു തകർത്ത് വെച്ചു. ആ പുള്ളി എന്നോട് പറയാം 200 രൂപയ്ക്ക് വെക്കുന്നത് പാം ഫ്രഷ്. നല്ല ടേസ്റ്റും ഉണ്ട് കടിച്ചില്ല. ഇത് പ്രൂൺ ചെയ്ത് ഇതെന്തായി പ്രൂൺ ചെയ്താണോ? തൈ ഇങ്ങനെ സാധനം കുറച്ചു കാലം നിൽക്കും ഇത്. ആയിസ് തീർച്ചയായിട്ടും നിൽക്കും. ഇത് എന്താ പറിച്ചു? അതിനെപ്പറ്റി ഒരൊറ്റ ചോദ്യം പറഞ്ഞിട്ടത്. അങ്ങനെയാണ് TNTUD തെങ്ങ് ഇവിടെ വന്നു. അന്ന് ഞാൻ കൊച്ചു പയ്യനാണ്. അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ പശു ഉള്ളതുകൊണ്ട് പാല് സ്ഥിരമായിട്ട് കൊണ്ടുകൊടുക്കുന്ന ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിന്, മാത്തുകുട്ടി സാറെന്നും പറഞ്ഞു. അപ്പോൾ ആ പിള്ളേരിപ്പം വലുതായി. അപ്പോൾ അവരുടെ ആദ്യമായിട്ട് അവരാണ് TNTUD തെങ്ങ് വെക്കുന്നത്. അവർ പറഞ്ഞു തെങ്ങിന് ആയുസില്ല, പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ തെങ്ങ് ഇതുപോലെ പോകും. അത്രേ ഉള്ളൂ. നമുക്കൊരു ചെടിയിൽ ഒരു 50 വർഷം എന്ന് പറഞ്ഞാൽ പോരെ. ഒന്നും വേണ്ട. 50 ആ തെങ്ങ് ഏകദേശം 40 വർഷത്തോളം 40 വർഷം വീട്ടിലുണ്ട്. നല്ല പൊക്കമായി. അന്ന് എല്ലാരും പറഞ്ഞു ഉണ്ട്. പിന്നെ എന്നാ ചോദിച്ചേ? ഇത് പറിച്ചു വെച്ചാണ്. ഇല്ല, ഇത് യെല്ലോ മാൾട്ട എന്ന് പറയുന്ന ഓറഞ്ച് അവിടുന്ന് പൊതിഞ്ഞ് കെട്ടി ട്രെയിനിൽ എനിക്ക് ഇവിടെ കൊടുത്തു വിട്ടു. അവന്റെ പറമ്പിൽ നിന്നത് പറിച്ചു. ബംഗാളി അല്ല, ഹരിയാനക്കാരനാണ്. ആ സാധനം അല്ല, അത് വന്നാ ഇനി അവനോട് അധികം അടുത്ത പൊട്ടുമ്പോ അങ്ങ് കയറി പോരും. ഇനി ഈ ഇല നിൽക്കുന്നോണ്ടല്ലോ കട്ട് ചെയ്ത് ഹരിയാനയിലൊക്കെ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എല്ലായിടത്തും ആപ്പിളല്ലേ.